ഒരുപാട് പേർക്ക് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്നവർ ഈ ജോയിൻറ്റുകളിൽ എണ്ണ തേക്കുകയോ ചൂട് പിടിക്കുകയോ ഒക്കെ ചെയ്ത് തടവി കഴിയുമ്പോൾ ജോയിൻറ്റ്സ് വളയാറുണ്ട്. ഇപ്പം വിരലുകൾക്കൊക്കെ ഡിഫോമേഷൻ വരിക, മുട്ടിന് ഡിഫോമേഷൻ, പാദത്തിന് വളവ്, അതൊക്കെ വരും. ചിലപ്പോൾ പേന പിടിച്ച് എഴുതാൻ പറ്റാത്ത അവസ്ഥയിട്ടായിരുന്നു. അപ്പോൾ തീർത്തും വയ്യാതെ വരുമ്പോൾ ഈ പറഞ്ഞ കണക്ക് മനസ്സിലൊരു വിഷമം വരും. ഇപ്പം ഞാൻ കഴിഞ്ഞാണോ വന്നപ്പോൾ എന്നോടൊന്ന് ചെറുതായിട്ട് കരയുകയൊക്കെ ചെയ്തിരുന്നു. എൻ്റെ പേര് നജീബ. ഞാനൊരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ്സായിട്ട് ഇപ്പോൾ ഒരു വർഷം മുൻപ് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. എനിക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഒരു 17 വർഷത്തോളം മുൻപ് തുടങ്ങിയിരുന്നു. തുടക്കത്തിലുണ്ടായിരുന്നത് ജോയിൻറ്റുകൾ തോറും പെയിൻ വന്നു തുടങ്ങി. പ്രത്യേകിച്ച് രാവിലെ കിടന്നെഴുന്നേൽക്കുമ്പോൾ, പിന്നെ എഴുന്നേറ്റിട്ട് ശരീരം ഏതെങ്കിലുമൊക്കെ, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഹെയർ ഡ്രയർ, അത് വെച്ചുകൊണ്ട് ജോയിൻറ്റുകളിലൊക്കെ ചൂടടിക്കുകയും കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ആ സ്റ്റിഫ്നെസ്സും പെയിനും ഒക്കെ കുറഞ്ഞു വന്നിരുന്നത്. അങ്ങനെ അത് ചിക്കുൻകുനിയ ഒരു തവണ വന്നിരുന്നു. അപ്പം അന്ന് അത്ര കടുത്ത പെയിനോ പനി വന്നില്ലെങ്കിലും പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ജോയിൻറ്റുകളിലെല്ലാം ഈ പെയിനുകളും ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയത്. അപ്പം ആദ്യം ഒരുപാട് എന്താണെന്ന് തിരിച്ചറിയുന്നില്ലായിരുന്നു. അപ്പം ഓർത്തോ ഡോക്ടറെയാണ് ആദ്യം പോയി കാണുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ വളച്ചും തിരിച്ചും എല്ലാം നോക്കിയിട്ടും ഡിസ്കുകൾക്കോ ജോയിൻറ്റുകൾക്കോ ഒന്നും അത്തരം എല്ല് സംബന്ധമായ അസുഖങ്ങളൊന്നുമില്ല. അങ്ങനെ വന്നപ്പോഴാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. CCP ആൻറ്റിബോഡിയും RA ഫാക്ടറും ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവുമാണ്, ഒരുപാട് ഹൈ ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ഒരു 2 ചാസോ പിന്നെ HCQS തുടങ്ങിയ കുറച്ച് മരുന്നുകൾ തന്നിരുന്നു. അത് പക്ഷേ അത് കഴിക്കുമ്പോൾ കുറച്ച് പെയിൻ കുറയും. കുറച്ച് ദിവസമായപ്പോൾ പിന്നെ അതും ഏൽക്കാതെ. അന്നൊക്കെ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എല്ലാ വാദവും ഒന്നാണെന്ന ധാരണ അറിയില്ലല്ലോ. അപ്പം ഒരുപാട് പേർക്ക് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്നവർ ഈ ജോയിൻറ്റുകളിൽ എണ്ണ തേക്കുകയോ ചൂട് പിടിക്കുകയോ ഒക്കെ ചെയ്ത് തടവി കഴിയുമ്പോൾ ജോയിൻറ്റ്സ് വളയാറുണ്ട്. ഇപ്പം വിരലുകൾക്കൊക്കെ ഡിഫോമേഷൻ വരിക, മുട്ടിന് ഡിഫോമേഷൻ, പാദത്തിന് വളവ്, അതൊക്കെ വരും. അല്ലാതുള്ള ആയുർവേദ ഡോക്ടേഴ്സിനെ വേറെ കണ്ടപ്പോഴും അവർ 21 ദിവസം തടവാനും തീരുമാനമൊക്കെ ചെല്ലാനാണ് പറഞ്ഞത്. പോയിരുന്നെങ്കിൽ ഞാനും ഏകദേശം ഒരു ഇത് വന്നേനെ. അപ്പം ഭാഗ്യത്തിന് പിന്നെ തിരിച്ച് ഇതായി കഴിഞ്ഞു. പിന്നെ ഹോമിയോ ഞങ്ങൾ മെഡിസിൻ കഴിച്ചു നോക്കി കുറച്ച് നാളൊക്കെ. അതിലൊരു കൺട്രോൾ ഇങ്ങനെ പോകുന്നെങ്കിലും ട്രിഗർ ചെയ്യുന്നത് ഇടയ്ക്ക് വരുന്നതും അല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കണ്ടിന്യൂസ് ഡോക്ടറുടെ തന്നെ ട്രീറ്റ്മെൻറ്റിലേക്ക് മാറിയത്. ഇപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു മാസം മുമ്പ് എനിക്ക് നല്ല ബുദ്ധിമുട്ട് വന്നപ്പോഴും ഡോക്ടർ അതിന് മരുന്ന് കുറച്ചുകൂടെ ചേഞ്ചൊക്കെ വരുത്തി ബ്ലഡ് ടെസ്റ്റുകൾ ഓരോ മാസവും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് മരുന്നുകൾ തരുന്നതനുസരിച്ച് ഇപ്പം ഹാപ്പിയാണ്. എൻ്റെ കുഴപ്പമില്ല, മരുന്ന് കഴിക്കുന്നതുകൊണ്ടുള്ള കുറച്ച് ക്ഷീണങ്ങളേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശരീരം കൊണ്ട് പറ്റില്ല. ഒന്ന് ഈ ജോയിൻറ്റുകളുടെ വേദന, പിന്നെ ടയർനെസ്സും മൂവ്മെൻറ്റ് തന്നെ. ഈ വേദന ബുദ്ധിമുട്ട് കൂടുതലുള്ളപ്പോൾ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആവും. വളരെ സാവധാനം നടക്കാനും കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റില്ല, കണ്ടിന്യൂസ് നിൽക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്യാനോ ചിലപ്പോൾ പേന പിടിച്ച് എഴുതാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം ഗസറ്റഡ് ഓഫീസറാകുമ്പോൾ ഒരുപാട് പേര് അറ്റസ്റ്റ് ചെയ്യിക്കാൻ വരും, അല്ലെങ്കിൽ അല്ലാതുള്ള പേപ്പേഴ്സ് സൈൻ ചെയ്യാനോ എഴുതാനോ ഒക്കെ കാണും. അതൊക്കെ മിക്കവാറും കൈ പിടിച്ച് ഇത് ബുദ്ധിമുട്ട് കൂടുതലുള്ളപ്പോൾ ചെയ്യാൻ പറ്റില്ല. വിരലൊക്കെ ഇവിടെയൊക്കെ ഓരോ ജോയിൻറ്റിലും സ്വെല്ലിങ് വരുമായിരുന്നു. നല്ല ഇവിടെ സ്റ്റിഫായി നിൽക്കും, നല്ല ഒരു കട്ടി പിടിച്ചിരിക്കും ആ ഭാഗത്തൊക്കെ. എന്നിട്ട് പിന്നെ നല്ല പെയിനും ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നല്ല വ്യത്യാസമാണ്. തീർത്തും വയ്യാതെ വരുമ്പോൾ ഈ പറഞ്ഞ കണക്ക് മനസ്സിലൊരു വിഷമം വരും. ഇപ്പം ഞാൻ കഴിഞ്ഞാണോ വന്നപ്പോൾ എന്നോടൊന്ന് ചെറുതായിട്ട് കരയുകയൊക്കെ ചെയ്തിരുന്നു. അതെന്ന് പറഞ്ഞാൽ നമുക്ക് വയ്യാത്തത് കൊണ്ട് ഒത്തിരി എക്സ്ക്യൂസ് എടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ബെഗ് ചെയ്യേണ്ടി വരിക എന്നൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലത് ഞാനിങ്ങനെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നതുകൊണ്ടാണല്ലോ എന്നൊക്കെ ഒരു ചിന്ത വരും. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഫാമിലി സപ്പോർട്ട് ഉണ്ട്, വന്നിട്ടുണ്ട്. മുക്കാലും ജോലിയൊക്കെ ചെയ്തോളൂ. ഫാമിലി സപ്പോർട്ട് ചെയ്തേ പറ്റൂ, അങ്ങനെ പറ്റില്ല. കാരണം ഈ രാവിലത്തെ ബുദ്ധിമുട്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലാത്ത സ്ഥിതിക്ക് ജോലിക്ക് പോകണമെങ്കിൽ സ്ത്രീകൾ തന്നെ അടുക്കളയിൽ കയറി എല്ലാം ചെയ്ത് തീർത്തിട്ട് ജോലിക്ക് പോകുക എന്ന് പറയുന്നത് ഭയങ്കര പാടായി, പ്രത്യേകിച്ച് ഈ ഒരു കണ്ടീഷൻ ഉള്ളവർക്ക്. അപ്പം സാവധാനത്തിലേ നമുക്കൊന്ന് മൂവ് ചെയ്ത് ബോഡി ചൂടാകുമ്പോഴാണ് പിന്നെ ആക്റ്റീവ് ആകാൻ കഴിയുന്നത്.
അപ്പോൾ അതുവരെയും അപ്പോഴത്തേക്കും ഹസ്ബൻഡ് സാധനങ്ങൾ അരിഞ്ഞോ ചരകിയോ ഒക്കെ ചെയ്ത് തരുമ്പോൾ അതെല്ലാം എടുത്തിട്ട് പാചകം ചെയ്ത് അപ്പോഴത്തേക്കും നമ്മളൊന്ന് ഉഷാറാവും. എന്നിട്ടാണ് പിന്നെ ജോലിക്ക് പോകുന്നത്. തിരിച്ചു വന്നു കഴിയുമ്പോഴും ആ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ബാക്ക് സപ്പോർട്ട് ഉണ്ട്. ആയിട്ട് ഈ പേഷ്യൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ തിരിച്ച് അറിഞ്ഞ് ഫാമിലിയിലുള്ള എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ചിലപ്പോൾ ചെയ്ത് കൊടുക്കാത്തതിൻ്റെ പേരിലൊക്കെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലൊക്കെ അവർ ആകെ ഡൗൺ ആവും. എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. തുടക്കത്തിൽ എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ സമയത്ത് ചൂല് പിടിക്കാൻ പറ്റില്ല, പെന്ന് പിടിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മളിങ്ങനെ മേലോട്ട് നോക്കി കിടക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡിപ്രസ്ഡായിട്ട്. അപ്പോൾ അന്ന് എന്നെ ഒരു ഫിസിഷ്യനാണ് പറഞ്ഞത്, ടീച്ചർ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം, വയ്യെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടങ്ങ് ജോലിക്ക് പോകണം. പെയിനിനുള്ള മരുന്ന് കഴിച്ചിട്ടായാലും ജോലിക്ക് പോയി ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം ആ മൂഡ് ചേഞ്ച് വരും. പിന്നെ പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹോബി, കൃഷിയോ. അപ്പോൾ എനിക്ക് പാചകം ഇഷ്ടമാണ്, കൃഷി ഇഷ്ടമാണ്, പിന്നെ മറ്റ് ഇതുപോലുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസ് എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ആ രീതിയിൽ മരുന്നിനോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് അത്, മെൻ്റൽ പിടിച്ച് നിർത്തുക എന്നുള്ളത്. അല്ലെങ്കിൽ മരുന്നുകളൊന്നും ഏൽക്കാതെ വരും. സർവീസിലിരിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ട് കൂടുതൽ എനിക്ക് എല്ലാ ക്ലാസ്സുകളിലേക്കും മോണിറ്റർ ചെയ്യാൻ പോകാൻ പറ്റില്ലായിരുന്നു. സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നപ്പോഴത്തേക്കും 3 നിലയുള്ള ഏറ്റവും മുകളിലെല്ലാം മറ്റേത് ഞാൻ പോയി ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പക്ഷേ സ്റ്റെപ്സ് കയറുന്നതിനൊക്കെ നല്ല ബുദ്ധിമുട്ടൊക്കെ മാറി വലിയ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്തിറങ്ങി പോകാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു ശരിക്കും മനസ്സിനെ ഒരു ഡൗൺ ആക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഞാനൊരു ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടിരിക്കുമ്പോൾ എല്ലാ ഭാഗത്തും എൻ്റെ ശ്രദ്ധ ചെല്ലേണ്ട അടുത്ത് പറ്റാതെ വരുമ്പോൾ നമുക്ക് ഞാനതിന് പറ്റിയ ആളല്ല എന്നുള്ള തോന്നലൊക്കെ ചിലപ്പോൾ മനസ്സിൽ വരും. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ ആദ്യം മലപ്പുറത്ത് സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അന്ന് എനിക്ക് ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ടില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് പെട്ടെന്ന് നടക്കാൻ വയ്യാതെ ടീച്ചേഴ്സൊക്കെ എടുത്തുകൊണ്ട് പോയാണ് ഹോസ്പിറ്റലിൽ കാണിച്ച് നോക്കുമ്പോൾ ആർത്രൈറ്റിസ് ആയിരുന്നു കുട്ടിക്ക്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ തന്നെ തുടക്കമായിരുന്നു. തുടക്കത്തിൽ തന്നെ അനങ്ങാൻ പറ്റാത്ത വല്ലാത്ത ബുദ്ധിമുട്ടിലോട്ട് പോയി. പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് അതുപോലെ ഹാർട്ടിനെ അഫക്റ്റ് ചെയ്തവരും അങ്ങനെ കുറേ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ടല്ലോ. അപ്പോൾ അത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഈ ഭാഗങ്ങളെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ തന്നെ മാറിക്കിട്ടും. അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ച് പോകാൻ പറ്റും. മരണം വരെ സന്തോഷമാവുക എന്നുള്ളതിൻ്റെ മെയിൻ കാര്യം.